കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിക്ക് ഏറെ പ്രശംസ ലഭിച്ചിരുന്നു. എന്നാൽ കനി മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടക്കം നേടിയ ബിരിയാണി എന്ന സിനിമയിലൂടെയായിരുന്നു. ഇപ്പോഴിതാ ബിരിയാണിയുടെ പേരിലാണ് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാനിൽ നിന്നും തിരിച്ചെത്തി അവർ നൽകിയ അഭിമുഖത്തിന്റെ പേരിലാണ് വിവാദമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന പുരസ്കാരം അടക്കം നേടിയ ബിരിയാണി സിനിമയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കനി രംഗത്ത് വന്നതാണ് വിവാദമായത്. അന്ന് പണത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചതെന്നും സിനിമയുടെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെന്നും കനി പറഞ്ഞതാണ് വിവാദത്തിന് വഴിവെച്ചത്. 70,000 രൂപയാണ് ഈ സിനിമയിൽ പ്രതിഫലമായി ലഭിച്ചതെന്നാണ് കനി അന്ന് പറഞ്ഞത്. എന്നാൽ ബിരിയാണി എന്ന ചിത്രത്തെക്കുറിച്ച് താൻ പറയാത്ത അഭിപ്രായങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കനി. ബിരിയാണിയിൽ അഭിനയിച്ചതിനെ ചൊല്ലി ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് കനിയുടെ ഈ പോസ്റ്റ്. താൻ നൽകാത്ത അഭിപ്രായങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വിപരീതമായി നൽകിയെന്നും കനി വ്യക്തമാക്കി. താൻ മറ്റു മാധ്യമങ്ങളിൽ പരസ്യമായി പ്രകടിപ്പിച്ച നിലപാടുകളെയും അഭിപ്രായങ്ങളെയും താൻ പറഞ്ഞ അർത്ഥത്തിൽ നിന്നും തികച്ചും വിപരീതമായി അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എഡിറ്റ് ചെയ്തതാണ് ഇക്കൂട്ടർ വീഡിയോയും മറ്റ് ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുന്നത്. ഇത് തന്റെ അറിവോടെ സംഭവിക്കുന്നതല്ല എന്ന കാരണത്താൽ തന്നെ പ്രസ്തുത ഉള്ളടക്കങ്ങളിലെ ആരോപണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും താൻ ഒരു തരത്തിലും ഉത്തരവാദി അല്ല എന്നും താരം വ്യക്തമാക്കി. കനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ഞാൻ കൂടി ഭാഗമായ ചിത്രം കാൻ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ഫെസ്റ്റിവൽ വേദിയിലെ എന്റെ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ സജിൻ സാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചതിനെ ചൊല്ലി ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ നൽകാത്ത അഭിമുഖങ്ങളും എന്റേതല്ലാത്ത അഭിപ്രായങ്ങളും നിലപാടുകളും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ഞാൻ മറ്റു മാധ്യമങ്ങളിൽ പരസ്യമായി പ്രകടിപ്പിച്ച നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ നിന്നും തികച്ചും വിപരീതമായി അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എഡിറ്റ് ചെയ്താണ് ഇക്കൂട്ടർ ഇന്റർവ്യൂ വീഡിയോയും മറ്റ് ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുന്നത്. ഇത് എന്റെ അറിവോടെ സംഭവിക്കുന്നതല്ല എന്ന കാരണത്താൽ തന്നെ പ്രസ്തുത ഉള്ളടക്കങ്ങളിലെ ആരോപണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഞാൻ ഒരു തരത്തിലും ഉത്തരവാദി അല്ല എന്ന് പറയട്ടെ. PS ഇത് മലയാളത്തിൽ മാത്രമേ എഴുതേണ്ടി വന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കനിയുടെ കുറിപ്പ്. വിവാദമുണ്ടായപ്പോൾ മുതൽ വിഷയത്തിൽ പ്രതികരിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. കാൻ പുരസ്കാരം നേടിയപ്പോൾ കനി വന്ന വഴി മറന്നുവെന്നാണ് ഉയർന്ന വിമർശനം. ഇതോടെ പ്രതികരണവുമായി ബിരിയാണി സംവിധായകൻ സജിൻ ബാബുവും രംഗത്ത് വന്നിരുന്നു. അന്നത്തെ ബജറ്റിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അന്ന് കനി കുസൃതിക്ക് നൽകിയിരുന്നത്. പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവർ സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സജിന്റെയും പ്രതികരണം. വ്യക്തിപരമായി താനും കനിയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നും കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ നേടിയ വലിയ നേട്ടത്തെ ഇകഴ്ത്തുന്നതിനാണ് ചിലർ ബിരിയാണിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നും സജിൻ ബാബു കുറിച്ചു. അതേസമയം കനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹരീഷ് പേരടിയും രംഗത്ത് വന്നിരുന്നു. തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരായിട്ടും ബിരിയാണി എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് കാശിനു വേണ്ടി ആയിരുന്നുവെന്ന് കനി പ്രതികരിച്ചതിനാൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു എന്നാണ് ഹരീഷ് പേരടി ചോദിക്കുന്നത്. അതല്ല, നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു. നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല എന്നും ഹരീഷ് പേരടി വിമർശിച്ചു. എന്തായാലും ബിരിയാണി എന്ന ചിത്രത്തെയും കനിക്ക് ലഭിച്ച പുരസ്കാരത്തെയും കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും സംവിധായകരും നടീനടന്മാരും പ്രേക്ഷകരും ഉൾപ്പെടെ ഒന്നിനു പുറകെ ഒന്നായി ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കനിയുടെ നിലപാട് അവരും വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ വിവാദങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് കനി കുസൃതി.